മോർണിംഗ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഫേസൊക്കെ ഒന്ന് കഴുകി നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചേ. പണ്ട് ഞാൻ പറയത്തില്ല, എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞ കോഫിയുടെ ആളാണെന്ന്. പക്ഷെ ഇപ്പം ഞാൻ കോഫി ഉപയോഗിക്കുന്നില്ല. കാരണം ചൂട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് മേടിച്ചതാണ് 95 രൂപയുടെ എങ്ങനെ, പക്ഷെ അടിപൊളി കപ്പ്. ഈ ഫ്രിഡ്ജിൻ്റെ വാതിക്കൽ വന്നിരിക്കാൻ കാരണം ഞാൻ എപ്പോഴും ഫ്രിഡ്ജ് തുറക്കാൻ പോകത്തില്ല കേട്ടോ. ചെല്ലുമ്പം ഇന്ന് വയ്ക്കേണ്ട കറികൾക്കുള്ള പച്ചക്കറിയെല്ലാം ഒരുമിച്ച് എടുത്തങ്ങ് മാറ്റി വയ്ക്കും. മുട്ടക്കറിയൊക്കെ വെക്കുന്നുണ്ട്, അതിൻ്റെ മുട്ടയൊക്കെ എടുത്ത് വയ്ക്കും. അങ്ങനെ അതിനാണ് ഇരിക്കുന്നത്. ഒരു 10 മിനിറ്റ് ഇരിപ്പ് കാണും അവിടെ. അങ്ങനെ പച്ചക്കറിയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇന്നലെ മേടിച്ച പച്ചക്കറിയാണ്. അപ്പോൾ എനിക്ക് അവിയൽ തന്നെ വലിയ ആഗ്രഹമായിട്ട് അവിയലിനും മെഴുക്കുവരട്ടിക്കും ഉള്ളിപ്പൂ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ നാളായത് ഉള്ളിപ്പൂ മേടിച്ച് വെച്ചിട്ട്. ബാക്കി പച്ചക്കറിയൊക്കെ ഇന്നലെ മേടിച്ചത്. അപ്പം അതൊക്കെ വെക്കാമെന്ന് കരുതിയിട്ട് അവിടെ ഇരുന്നെല്ലാം വേർതിരിച്ചൊക്കെ വെക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ ഡെയിലി കറി ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. ഒത്തിരി മടി കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് അവിയൽ വയ്ക്കുകയാണെങ്കിൽ 2 ദിവസത്തേക്ക് മാറ്റി വയ്ക്കും. പിന്നെ കുഞ്ഞിന് മാത്രം ഫ്രഷ് ആയിട്ട് കൊടുക്കും. ഇന്നിപ്പോൾ ഇച്ചിരി അവിയലും ഉള്ളിപ്പൂ ഇരിപ്പുണ്ട് കേട്ടോ. ഉള്ളിപ്പൂ തോരൻ വയ്ക്കാൻ കരുതി. ദെൻ രാവിലത്തേക്ക് ഗോതമ്പ് ദോശയും മുട്ടക്കറി ദോശ എൻ്റെ ഫേവറേറ്റാണ്. കഴിച്ചോളും. കത്തിയുടെ മൂർച്ച നന്നായിട്ട് പോയി കേട്ടോ. ഒട്ടും അരിയാൻ ഒക്കുന്നില്ല. അപ്പം ഇത് സാൻഡ് പേപ്പറാണ്. ഞാൻ ഇത് ഇട്ടിങ്ങനെ ഒരയ്ക്കും. മുറിച്ചെടുത്താണ്ടോ ഇങ്ങനെ ആക്കുമ്പോൾ നന്നായിട്ട് മുറിയും കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് എൻ്റെ അനുകുട്ടൻ പറഞ്ഞു തന്നെയാണ്, ഇങ്ങനെ സാൻഡ് പേപ്പർ ഇട്ട് അരച്ച് കഴിയുമ്പം നന്നായിട്ട് മുറിച്ച് വരുമെന്ന്. ഷാർപ്പാകൂല ഇതിൻ്റെ ഈ അറ്റമൊക്കെ. ഒരുപാട് സ്ഥലം വേണ്ട, അത്യാവശ്യം ഒന്ന് മുറിച്ച് നോക്കിയിട്ട് നമുക്ക് ചോപ്പർ ഇട്ടിട്ടാം. ഇതാണ് കേട്ടോ എൻ്റെ ചോപ്പർ. അടിപൊളി സാധനമാണ്. ഈ അടുക്കളയിലേക്ക് മേടിച്ചതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം ചോപ്പറാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇഞ്ചി നന്നായിട്ട് കയറി അതിനകത്തോട്ട് തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും സവാള എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഒരുമിച്ച് ഇഞ്ചി കിട്ടും കേട്ടോ. കണ്ടില്ലേ, കുനുകുനാന്ന് അരിഞ്ഞരിഞ്ഞ് കിട്ടും. ഇത് അടിപൊളിയാണ് കേട്ടോ. അടുക്കളയിലേക്ക് മേടിച്ചതിൽ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചോപ്പറാണ്. സോ ഞാൻ കുക്കറിനകത്താണ് മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലായ്പ്പോഴും ഉണ്ടാക്കത്തില്ല, ധൃതിയുള്ള സമയങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഇഷ്ടം വെച്ചാൽ പെട്ടെന്ന് കഴിയുമല്ലോ. ഒരു വിസിലടിച്ചാൽ നമ്മൾ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഇളക്കി മിക്സാക്കി വെച്ചാൽ മതിയല്ലോ. സോ അതുണ്ടാക്കാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക, കുറച്ച് കറിയിടുക. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്. കഴിക്കുന്നത് പച്ചമുളക് പൊടിയാണ്. പച്ചമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്താണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളി ഇട്ട് കൊടുക്കാതെ. ഇവിടെ മുട്ട വേറുന്നില്ല കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളമോട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ് ചേർക്കണേ. ഞാൻ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഉപ്പ് അടച്ചു വെച്ചാണ്. ഇതിൻ്റെ ഇടയിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈയോടെ തന്നെ പാത്രങ്ങൾ കഴുകിയിരിക്കുകയാണെങ്കിൽ അവസാനം വരുമ്പോൾ വലിയ പാത്രങ്ങളൊന്നും കാണുക. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വലിയ ഇതൊക്കെ ഇട്ട് കളിച്ചാൽ അവസാനം കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പാത്രമാവാറുണ്ട്. അപ്പം ഞാൻ എപ്പോൾ എടുത്താലും ചോപ്പർ മാത്രം അന്നേരം കഴിഞ്ഞ് മാറ്റും കേട്ടോ. എന്നിട്ട് മെഴുക്കൊന്നും ആക്കാതെ മാറ്റും. ഞാൻ ആദ്യം കരുതിയായിരുന്നേ അടുക്കളയിലെ പണിയൊക്കെ ഒതുക്കിയിട്ട് മുറ്റമൊക്കെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് റെഡിയാക്കാൻ. പക്ഷെ നടക്കൂല. ഇനിയിപ്പം കരുതിയേക്കുന്നത് പച്ചക്കറികളൊക്കെ ഒന്ന് നുറുക്കി വെച്ചിട്ട് മുറ്റത്തിറങ്ങി മുറ്റത്തൊക്കെ ഇത്തിരി പോച്ച പറിക്കാനുണ്ട്, അതൊക്കെയാണ് ചെയ്യാൻ. അങ്ങനെ അതിനുള്ളതൊക്കെ ഞാൻ നുറുക്കി വയ്ക്കുന്നുണ്ട്.
റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു എൻ്റെ മനസ്സിലെങ്കിലും ഞാൻ വീണ്ടും ചേഞ്ച് ചെയ്തു കേട്ടോ. ഗോതമ്പ് ദോശയാക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി ഇനി പരത്താനും കുഴയ്ക്കാനും ഒക്കെ ഒത്തിരി സമയം എടുക്കുമല്ലോ. കുഴയ്ക്കാനും പരത്താനും ഒക്കെ ഒത്തിരി സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാനത് ഗോതമ്പ് ദോശയാക്കി. ഇത് ഞാൻ ചെയ്യുന്നത് ജാറിനകത്തോട്ട് പൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ്. അല്ലാണ്ട് ഇങ്ങനെ സാധാ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തവി ഇട്ടിട്ട് കുഴയ്ക്കില്ല, അങ്ങനെ ചെയ്യത്തേലേ. ഇങ്ങനെ മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുന്നതുകൊണ്ട് മാവ് ഇങ്ങനെ കട്ട കെട്ടാണ്ട് കിട്ടും. ഈ സ്പൂൺ കൊണ്ട് ഇളക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടയാവാറുണ്ട്. പിന്നെ ഈ ജാർ ഇപ്പം തന്നെ കഴുകി വയ്ക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഒട്ടിപ്പിടിച്ച് നാശവും. ഇത് വെന്ത് വന്നിട്ടുണ്ട്, വിസിലൊക്കെ പോയി കേട്ടോ. അപ്പം മസാല പിന്നെ ഉള്ളി, കുരുമുളക്, കറിവേപ്പില മറന്നു പോയായിരുന്നു. കറിവേപ്പിലയുണ്ട്. വാവ്, കേട്ടോ. 2 മുട്ട എടുത്തിട്ടുണ്ട്. എനിക്ക് ദശമൂലം മല്ലിയിലയോടെ ചേർക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തിരി മല്ലിച്ചപ്പോടെ ചേർത്ത് കൊടുക്കും. ചേർത്ത് കൊടുക്കുകയാണ്. ഇത്തിരി നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് മൊരിഞ്ഞില്ല കേട്ടോ. ആദ്യത്തെ ദോശ എപ്പോഴും ഇങ്ങനെ അത്ര അങ്ങോട്ട് സെറ്റായി കിട്ടൂല. ആദ്യത്തേതും അവസാനത്തേതും. വാവ്, എൻ്റെ സ്ട്രോബെറി. ഇത് കായിടുന്ന എപ്പോഴാണോ എന്തോ. ഹായ്, ഗുഡ് മോർണിംഗ്. നിങ്ങളെവിടെ? വരൂ, കഴിക്കൂ. മീനെ പോലെ കാണാനില്ല, അമ്മ അതിൽ കറുത്ത വെള്ളം. നിങ്ങളും കഴിക്കും. നമ്മുടെ ചക്ക. രാവിലെ എഴുന്നേക്കണമെന്ന് കരുതി രാവിലെ എണീറ്റെങ്കിലും മുറ്റത്തോട്ട് 6 മണിക്ക് എണീക്കാൻ പറ്റില്ല. ഇപ്പം വെയിലാണ്. പ്ലാസ്റ്റിക് എല്ലാം മാറിയിട്ടേക്കും. നമ്മുടെ കോവലാണ് കേട്ടോ. ഇന്ന് ഈ കോവലും കുറച്ച് വെട്ടിക്കളയോ. ഇതെല്ലാം ഇന്ന് വെട്ടിക്കളയും കേട്ടോ കുറച്ച്. എല്ലാം വൃത്തിയാക്കാൻ കിടക്കുന്നു. നമ്മുടെ കാട് കണ്ടില്ലേ എൻ്റെ തക്കാളി വയ്ക്കണത്. ഇത് ഞാൻ ഷോർട്സ് ഇങ്ങനെ ഇതിന് വെട്ടക്കുറവ്. ഞാനിങ്ങനെ ഷോർട്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എൻ്റെ തക്കാളിയൊക്കെ വലുതാവുന്നതിൻ്റെ കണ്ടില്ലേ. പിച്ചിക്കണ്ട. അതുകൊണ്ട് എൻ്റെ പയർ അതും അത്യാവശ്യം പുഴു കയറി അതിൻ്റെ ഇടയ്ക്ക്. ഇതിലും ഇത്രയും ചെറുതിനകത്തും പുഴു കയറി. അതൊക്കെ വലുതാവുന്നുണ്ട്. പിന്നെ ചീരയെക്കാട്ടി കൂടുതലിപ്പം പോച്ചയാണതിൽ. ക്യാമറ ബ്ലറായ കണ്ടില്ലേ. ഇപ്പം മൊത്തം പോച്ചയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടി ഗാർഡൻ, വെജിറ്റബിൾ ഗാർഡൻ. ഇപ്പം ഇനി ഒത്തിരി ചെയ്യാനുണ്ട് ഇതിനകത്ത്. നിറയെ ഗാർഡൻ ആക്കണം. ഇവിടെ എല്ലാം പച്ചക്കറി ആക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. കൊള്ളായിപ്പളം. ഇതാണ് ഒരു ജാടയില്ലാണ്ട് നിറയെ കായ്ക്കണ കോവയ്ക്ക. ഒരു തുള്ളി പോലും ജാടയില്ല മറ്റേൾക്ക്. പാവം, ഇന്നലെ ഒത്തിരി പറിച്ചാണ്. ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. വലിയ കായനാട്ടോ, വലിയ ഞാൻ ഇത് പറിക്കാൻ മടിക്കുന്നുണ്ട്, പെട്ടെന്ന് മുറ്റിപ്പോവും സൂര്യൻ. ഇതെല്ലാം അലക്കാതിരിക്കണം. ഇനി ഞാൻ ഇപ്പോൾ അലക്കണം. ഇപ്പോൾ ചെറുക്കൻ്റെ സൈക്കിള്, ഈ സൈക്കിൾ എല്ലാം എടുത്ത് അതിനിങ്ങനെ ഇട്ടേക്കുക.
തുണിയൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ എല്ലാം പോയി. വിശന്ന് കൂടുതൽ കഴിഞ്ഞ്. അപ്പോൾ കെട്ടി കാപ്പി കുടിച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാനേ. അപ്പം ഇന്നുണ്ടാക്കിയത് ഗോതമ്പ് ദോശയും മുട്ടക്കറിയാണ്. അങ്ങനെ കഴിക്കട്ടെ. ഇല്ലേന്ന് പക്ഷെ നല്ല കേട്ടോ. കത്തിരിക്കുന്നുണ്ട് മാത്രമല്ല ഈ കനം കുറച്ചിങ്ങനെ ഭയങ്കര പേപ്പറിൻ്റെ കനത്തിൽ ദോശ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. നെയ്യൊക്കെ ഒഴിച്ചെടുക്കുമ്പോൾ അതായത് ഈ മുട്ടക്കറി നല്ലതാണ്. ഉടായ്പാണെങ്കിലും ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. വേറൊരാളുടെ കാണിച്ചു തരാനും. ഞങ്ങളുടെ ചിങ്കു ഹോയ് ചിങ്കു. ചിങ്കു ഓ ഞാൻ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നേ. നമ്മുടെ ഗോതമ്പ് ദോശ മുട്ടക്കറി കാണുന്നുണ്ടോ? ദക്ഷു എണീറ്റ് ഇപ്പം അലാറം മുഴങ്ങി. അമ്മേ ഞാൻ ചെല്ലുന്നിടം വരെ അലാറം മുഴങ്ങി. ബായോ ഓ ഇല്ലില്ല. അവൻ ഉറങ്ങി എണീറ്റ് ആദ്യം അറിയേണ്ടത് അമ്മേ സ്കൂളുണ്ടോ ഇന്ന്, അതാട്ടോ അവൻ അറിയണ്ടേ. എന്നും ഞാൻ കഴിക്കാനിരിക്കുമ്പോഴാണ് എൻ്റെ ദശക്കുട്ടിക്ക് എണീക്കാൻ തോന്നണേ. അല്ലേ കുഞ്ഞാ? ചൂടില്ലായിരുന്നില്ല, അപ്പോൾ ഒത്തിരി നേരം ഉറങ്ങാനെന്താ? അപ്പം ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ കഴിക്കാനെടുക്കുമ്പോഴാണ് എൻ്റെ കുട്ടി ഇങ്ങനെ ഓരോരോ അടവായിട്ട് വരിക. ഞാൻ കഴിക്കട്ടെ. ഇനി ദശു ഞാനിവിടെ ആയിരിക്കും കേട്ടോ. മിറ്റം എല്ലാം ക്ലീൻ ചെയ്യാൻ പോണേ. ദശുവിന് ഇഷ്ടമാണോ മുട്ടക്കറിയും ദോശയും? അല്ലയോ, മുട്ടക്കറി ഇഷ്ടമാണോ? ആണോ? നിങ്ങൾ ദശുവിനോട് പാപ്പം പോയിന്നോട്ടെ. ചൂടുണ്ടോ ചോദിക്കാം. പക്ഷെ അവൻ്റെ ഫോൺ എടുത്തോണ്ട് പോകാ. എല്ലാം ചീത്തയായിപ്പോയി. ഇപ്പം റോസയെക്കാട്ടി കൂടുതൽ കളയായി, മീൻസ് പോച്ച. പക്ഷേ ഇതൊക്കെ കിട്ടും. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചായിരുന്നു. അതൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയ മുട്ടായി. 5 കളറുണ്ടായിരുന്നു, ഇപ്പോൾ 3 എണ്ണേ ഉള്ളൂ. ഇത് വൻ ഫ്ലോപ്പാണ്, എന്നാലും മുട്ട ഇടുന്നുണ്ട്. ഇത് വൈറ്റാണെന്ന് തോന്നുന്നു. വേറെ കളർ മതിയായിരുന്നു. ഇതൊക്കെ
അന്ന് ഗ്രീൻ വാലി പോയിട്ട് വരുന്ന വഴി അടൂരെന്നെങ്ങാണ്ട് വാങ്ങിയതാണ്. പക്ഷെ അതൊക്കെ നിറയെ പോയിട്ട് കേട്ടോ. ഇതൊക്കെ അവിടുന്ന് കൊണ്ടുവന്ന പൂവല്ല, ഇതിപ്പം മൂന്നാമതോ ഇടുന്ന പൂവാണ് കേട്ടോ. കിളിക്കുന്നുണ്ട് നന്നായിട്ട്. ഇതൊക്കെ വികാറോസൊക്കെ നമ്മുടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ. മുന്നേ താഴെ നോക്കി നടക്കടാ. ഈ ഒരു റോസ് മാത്രമായിരുന്നു ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു. എന്തായാലും അത് കിളിച്ച് വരുന്നുണ്ട്. ഒരു മുട്ടിട്ട് ഇല്ലക്കളെ, ഒരു മുട്ടിട്ട്. ഇതൊക്കെ സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ പൂക്കൾ ചെറുതായിപ്പോയി, റോസയൊക്കെ ചെറുതായിപ്പോയി. ഇവിടുന്ന് ഈ പോച്ച വെക്കാതെ കുളം തിന്നില്ല. ഒത്തിരി പോയിട്ടൊക്കെ കൊണ്ടുപോകും. നല്ല രീതിയിൽ പോച്ച പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ലക്ഷുവിന് ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുക. അപ്പം മരുന്ന് കൊടുക്കാൻ സമയമായി. 7:30. എന്താണ്ടേ മോൻ്റെ പേസ്റ്റ് വെച്ചോ? കൈക്കകത്ത് മുള്ളൊക്കെ അടിച്ച് കയറിക്കും. ഇവിടെ കാണാനൊക്കത്തില്ലടി. കുലന്തി എടുത്തോ? കുലന്തി എടുത്ത കുന്താലി. കുന്താലി തല്ലേക്കണേ, വൃത്തിക്ക് വെക്കണേ. അപ്പം ഞാൻ ഇവൻ്റെ മരുന്ന് എടുത്തൊന്ന് വെളിയിലോട്ട്. കയ്യിലെല്ലാം റോസാമുള്ളങ്ങ് അടിച്ച് കയറിയായിരുന്നു. ഈ മുള്ള് മാത്രം ഇളകി വരുന്നില്ല. വലത്തെ കയ്യിലാണ്ട് ഇളക്കാനും ഭയങ്കര പാട്. പിന്നെ ഞാൻ വലിച്ചെടുത്തത് ഇതില്ലേ. ഇത്രയും ഭാഗം ഞാൻ ക്ലിയർ ആക്കിയിട്ട് നിറയെ പോച്ച ഉണ്ടായിരുന്നു. നിറയെ പിന്നെ പോച്ചയൊക്കെ പറിച്ചിട്ട് ചെടീൻ്റെയൊക്കെ മൂടുന്ന കുന്താലി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഒന്ന് ഇട്ട് കൊടുത്ത്. കാണാനും നല്ല ഭംഗിയായി. പിന്നെ ബാക്കിയൊന്നും പറിച്ചാൽ ഭയങ്കര പാടാണ് കേട്ടോ. കാരണം വെയിൽ തന്നെ തുടങ്ങി അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ. അവിടെ ആ സൈഡിലോട്ട് പറിച്ചില്ലേ. പോച്ചയൊക്കെ പറിച്ചിട്ട് നേരെ പിന്നെ റൂമിൽ വന്നിട്ട് ബെഡൊക്കെ വിരിക്കാൻ നിന്ന് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വരെ ഇതിങ്ങനെ തന്നെ കിടക്കും ഇപ്പം വിരിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അതും കൈയോടങ്ങ് വിരിച്ചിട്ട്. ദക്ഷു പണ്ടൊക്കെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുമെങ്കിൽ ഇപ്പം അവനപ്പുറത്തെ വീട്ടിലോട്ട് ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ അസിസ്റ്റൻ്റ് ഇല്ലേ. അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ സെറ്റാക്കിയിട്ട്. എനിക്ക് ഈ ബെഡ്ഷീറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. വൈറ്റ് കളർ പെയിൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ലൈറ്റ് ഷെയ്ഡ് തന്നെ നല്ലത്. അല്ലെങ്കിൽ റൂമിനെ അങ്ങ് ഒത്തിരി അങ്ങ് ഡാർക്കാക്കി കളയും. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ കുറേയൊക്കെ ഒതുക്കി വൃത്തിയാക്കി വെച്ച്. തന്നെയല്ല ബെഡ്റൂം വൃത്തിയാണെങ്കിൽ എന്തോ ഒരു പോസിറ്റീവ് വൈബാണ്. ഒരു ചെറിയൊരു തലവേദന. അപ്പോൾ തന്നെ ഒന്ന് കയറി കിടക്കാന്ന്. ഇപ്പം സമയമൊന്നും ആയിട്ടില്ല, 9:30 ആയിട്ടേ ഉള്ളൂ. കുറച്ച് ഒന്ന് കിടക്കാം. 10 മിനിറ്റ് ഉറങ്ങത്തില്ല, ജസ്റ്റ് ഒന്ന് കിടക്കും. അപ്പം ഇതൊക്കെയാണ്. ഞാനങ്ങനെ അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അവിയലിന് കഷ്ണം വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കാവേ. ഇച്ചിരി കൂടെ മതി. അപ്പോൾ അവിയലിനുള്ള അരപ്പെടുക്കുകയാണേ. തേങ്ങ, പച്ചമുളക്, ചുമന്നുള്ളി, ജീരകം. മതി മോനെ. ഇതിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇച്ചിരി തേങ്ങ ഇട്ട്. തേങ്ങ വളരെ കുറവാണ്. പൊട്ടിക്കും. ബാക്കി അരപ്പിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് കുറച്ച് ചേർക്കാം. കുറച്ച് മതി. അരപ്പിട്ടിട്ടുണ്ട്. ഇത് ഇച്ചിരി കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വെന്ത് പറ്റട്ടെ. എൻ്റെ അവിയൽ അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഓർത്ത് കേട്ടോ. അരി അടപ്പത്തിട്ടില്ലെന്ന്. പിന്നെ അരിക്ക് വെള്ളമൊക്കെ വെച്ച് അരി ഇട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടി ഇതാണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. നോക്കൂ.
ഓ രച്ചു കഴുകി വെച്ച പാത്രമാണോ? ഇങ്ങനെയാണോ പാത്രം കഴുകുക? ഇത്രയും മഞ്ഞപ്പൊടി എങ്ങനെ വന്നടാ ഇവിടെ? ഓ എങ്ങനെ ഇട്ട സ്ഥലം വരുന്നുണ്ട്. വെരി ഗുഡ് കേട്ടോ. ഇവിടൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് ഇതിട്ട് തുടക്കേ. ഈ തുണി ഇട്ട് ഈ സൈഡെല്ലാം വൃത്തിയാക്കാതിമേ, എന്നിട്ട് പാത്രം കഴുകും. അല്ല ഇങ്ങോട്ടൊക്കെ തള്ളിയിട്ടോ. ഇത് ഇങ്ങോട്ട് അതിനകത്തോട്ടം കിട്ടോ. ഉറുമ്പനെയൊക്കെ കൊന്ന് പിന്നെ വെള്ളം കളഞ്ഞ് വീഡിയോ എടുത്ത് അമ്മയ്ക്ക് നാളെ ഇഷ്ടപ്പെട്ട വീഡിയോ എടുത്ത് തരാം. ഓക്കെ ഓക്കെ. അവിടെ വൃത്തിക്ക് തുടക്കട്ടോ. ചിരട്ട ആ സ്പൂണൂടെ അങ്ങ് എടുത്തോ അവിടെ വെച്ചേക്കുന്നത്. ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അവിയലിനകത്ത്. ഹലോ ഗൈസ്, അവിടെ വെക്ക, അതിന്റെ മോള് വെച്ചോ. മതി, അങ്ങനെ ഇട്ടിരുന്നാ മതി. നിലത്തൊക്കെ വെള്ളം വീഴുന്നു. ഒരു ഉള്ളിപ്പൂ, ഇതിൽ ഉള്ളിപ്പൂവ് ചൂടെ ഇതിൽ ഉള്ളിപ്പൂവിൻ്റെ മെഴുക്കുവരട്ടിയാണ്. അത് ഞാൻ അരിഞ്ഞ് അടപ്പത്തോട്ടാക്കിയപ്പോൾ ഇവിടുത്തെ നളൻ ഇവിടെ ഇരുന്ന് പാത്രം കഴുകുകയാണ്. എന്താണിത്? പക്ഷെ ഇത്രയും കഴുകി വെച്ചവര്. വാവ്. വെരി ഗുഡ്, വെരി ഗുഡ്. കഴിക്കട്ടെ. സ്കൂളിൽ പോകണം. എന്റെ സ്കൂളിൽ പോകണ്ടേ? എന്നാ പോകണ്ട. ഓക്കെ, സ്കൂളില്ല ഇന്ന് പണിമാക്കാം. അങ്ങനെ രണ്ട് സാധനം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. പട്ടിക്ക് ഫുഡ് കൊടുക്കും. രശ്മി സൂപ്പർ ആക്കിയല്ലോ ഇവിടെ എല്ലാം. ആ മോനെ ഒന്ന് നോക്കിയിട്ട് നോക്കിയെന്റെ മക്കള്. ആ ഉടുപ്പൊന്ന് കാണിച്ചമ്മേ. ഇതെന്തത്? ബുദ്ധിമാനോ? എന്നാ ബുദ്ധിമാൻ പോരെ, നമുക്ക് കുളിക്കാം. കുളിക്കണ്ടേ? കുളിക്കണ്ട. ഇത് പൊറോട്ട അടിക്കുന്നോ? അങ്ങനെ ദശുപ്പിനെയും കുളിപ്പിച്ച് അവന് ഫുഡൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഒരു മണിയൊക്കെ ആവാറായി. അപ്പോഴത്തേക്ക് അങ്ങനെ ഞാനും ഫുഡ് കഴിക്കാമായിരുന്നേ. ഇന്ന് ഉള്ളിപ്പൂവിൻ്റെ മെഴുക്കുവരട്ടി, അവിയൽ, പിന്നെ രാവിലത്തെ മുട്ടക്കറി ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അതുകൂടെ കൂട്ടിയാണ് കഴിച്ചത്. പിന്നെ എനിക്കിവിടെ മീനൊന്നും വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. മീൻ, ചിക്കൻ ഇതൊക്കെ മാസത്തിലൊരിക്കലൊക്കെ മതി, അല്ലാണ്ട് ഡെയിലി കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല. കൂടുതലും ഞങ്ങൾ വെജിറ്റബിൾ തന്നെയാണ് കേട്ടോ കഴിക്കണേ. അങ്ങനെ അതൊക്കെ കൂട്ടി വയറ് നിറയെ കഴിച്ചിട്ട് പിന്നെ ഞാനും എൻ്റെ കുഞ്ഞിനെ പോയി കയറി കിടന്നു കേട്ടോ.
പിന്നെ നമ്മൾ ഒരു പരിപാടിയില്ല. പിന്നെ അടുക്കള ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് കയറുകയേയില്ല. പിന്നെ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.